ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 102. സാറെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന മഹോദേവനോടായിട്ട് വൈശാഖി സഹി കെട്ട് തുറന്നു ചോദിച്ചു പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള നോട്ടമാ, ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. മൊത്തത്തിലൊരു ചുഴിഞ്ഞുള്ള ഒരു കള്ളനോട്ടം. ഒന്നുമില്ലേ? പെണ്ണിൻ്റെ ചോദ്യം കേട്ടതും അവൻ പെട്ടെന്ന് അവളിൽ നിന്നുള്ള നോട്ടം മാറ്റി മുന്നോട്ടേക്ക് നോക്കി ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. അല്ല, എന്തോ ഉണ്ട്. സാറിപ്പോൾ കുറേ പ്രാവശ്യം എന്നെ തന്നെ നോക്കിയല്ലോ. എന്താണെങ്കിലും കാര്യം അറിഞ്ഞേ തീരൂ എന്നുള്ള രീതിയിൽ അവൾ മഹാദേവൻ്റെ നേരെ പൊടുന്നനെ തിരിഞ്ഞിരുന്നു. അതെന്താ, നിന്നെ എനിക്ക് നോക്കാൻ പാടില്ലെന്നുണ്ടോ? അവനോട്ടൊരു പുച്ഛത്തോടെ പൊടുന്നനെ തിരക്കി. നോക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ കിഴിഞ്ഞു നോക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു പോയതാ. അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദ്യങ്ങൾ ചോദിക്കുവാൻ അവൾക്ക് ഇത്തവണ പേടിയൊന്നും തോന്നിയില്ല. മെല്ലെ മെല്ലെ അവനിലുള്ള ഭയം കുറഞ്ഞതുപോലെ. ബോണ്ടയുടെ മുന്നിൽ വാല് മുറിഞ്ഞിരുന്നത് പോലെ ഞാൻ ഇനി പിള്ളേരുടെ മുന്നിലും നാണം കടണോ എന്ന് പേടിച്ച് നിന്നെ നോക്കിപ്പോയതാ. ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നോക്കിയാണ് മഹാദേവൻ അങ്ങനെ പറഞ്ഞത്. വോ, അങ്ങനെ. താനിട്ടിരിക്കുന്ന ഹൈനെക്ക് ടീഷർട്ടിലേക്ക് നോക്കി വൈഷു അപ്പോഴേക്ക് അവനെ മുഖം കൂർപ്പിച്ചു. അവൻ്റെ തലേരാത്രിയിലെ സ്വഭാവം കണ്ടിട്ട് മനഃപൂർവ്വം ഇട്ടതായിരുന്നു അവൾ. എന്ത് അങ്ങനെയെന്ന്? അവളുടെ ഇരിപ്പും ഭാവമൊക്കെ കണ്ടപ്പോൾ ചിരി വന്നുവെങ്കിലും മഹാദേവൻ അങ്ങനെയാണ് ചോദിച്ചത്. ഒന്നുമില്ലേ, ഞാൻ വെറുതെ പറഞ്ഞു പോയതാ. ഇനി അവനോട് കൊമ്പ് ഓർക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവൾ ദേവന് നേർക്ക് കൈകൾ രണ്ടും കൂപ്പിക്കാട്ടി. എന്നാലും പറയ്, എന്താ പറയാൻ വന്നേന്ന്? അവളോട് തല്ലുകൂടാനായിരുന്നു ആ സമയം മഹാദേവൻ ഇഷ്ടം. സാറിൻ്റെ വാല് മുറിയാതെ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്നാ പറയാൻ വന്നേ. വൈഷു ഉള്ളിലുള്ളത് അങ്ങ് തുറന്നു പറഞ്ഞു. അതെന്ത് കാര്യങ്ങളാ? അവൾ പറഞ്ഞതിന് പിന്നുള്ള പൊരുൾ മനസ്സിലായെങ്കിലും അവൻ വീണ്ടും കിഴിഞ്ഞു ചോദിച്ചു. ആ സാറിനറിയത്തില്ലേ? അവൾ അവന് നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് അവനെ ഉറ്റുനോക്കി. ഷടാ, അറിയാത്തത് കൊണ്ടല്ലേ ഞാൻ വന്ന് ചോദിച്ചേ. ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ്റെ മുഖത്ത് ആവോളം നിഷ്കളങ്കതയായിരുന്നു അപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഇനി ഇങ്ങോട്ട് ഉമ്മിക്കാൻ വന്നാൽ ഞാൻ ഇന്ന് തരില്ല, അത്രയുള്ളൂ. അതാ ഞാൻ ഉദ്ദേശിച്ചേ. അത്രയും പറഞ്ഞിട്ട് മുഖം കോട്ടിക്കൊണ്ട് വൈശു വീണ്ടും മുന്നിലേക്ക് തിരിഞ്ഞിരുന്നു. അത് ശരി, അപ്പോൾ അതാണ് നിന്റെ പ്ലാൻ. അവൻ ഇടത്തെ കൈവിരലുകൾ കൊണ്ട് താടി ഒന്ന് ഒഴിഞ്ഞു. അതെ, അത് തന്നെയാണ് പ്ലാൻ. സാർ ഇനി എന്നെ ഉമ്മിക്കാനും വരണ്ട, കടിക്കാനും വേണ്ടി വരണ്ട. വെറുതെ എന്തിനാ ഞാൻ സാറിൻ്റെ വായിന്ന് വഴക്ക് കേൾക്കുന്നേ? പെണ്ണ് പരിഭവത്തോടെ ചുണ്ടുകൾ കൂട്ടി. അത് കേട്ടതും അടുത്ത നിമിഷം തന്നെ മഹാദേവൻ തൻ്റെ കാറിനെ റോഡിൻ്റെ ഒരു വശത്തേക്ക് ഒതുക്കിയിരുന്നു. ഇപ്പോൾ അങ്ങനെയായി കാര്യങ്ങൾ അല്ലേ? സാരല്ല, അതിനുള്ള പോംവഴി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. മഹാദേവൻ എന്തോ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നെടുവീർപ്പെട്ടു. എന്തു വഴി? അതറിയാനുള്ള ആഗ്രഹം വൈഷുവിൽ പൊടുന്നനെ ഉണ്ടായി. അതൊന്നും നീ അറിയണ്ട, നിന്റെ അടുത്തേക്ക് ഞാൻ വരാതിരുന്നാ പോരെ? മഹാദേവൻ പിണങ്ങിയതുപോലെ മുഖം വീർപ്പിച്ചു. ഇതിപ്പോൾ വാദി പ്രതിയായതുപോലെ ആയിരുന്നു വൈശാഖിയുടെ അപ്പോഴത്തെ അവസ്ഥ. ഞേയും ഞൂയും ഒന്നുമില്ല, ഞാനുള്ള കാര്യമാണ് പറഞ്ഞേ. കമ്മലിട്ടവൻ പോയാലേ കടക്കനിട്ടവൻ വരൂന്ന. വൈശുവിൻ്റെ മുഖത്തേക്ക് നോക്കി കള്ളത്തരത്തിലൊരു പുച്ഛച്ചിരി ചിരിക്കുവാനും അവനപ്പോൾ മറന്നില്ല എന്നതായിരുന്നു സത്യം. കടുക്കനിട്ടോനോ? ഇവിടിപ്പോൾ കടുക്കനിട്ടവൻ ആരാ വരാ? പെണ്ണിൻ്റെ നെറ്റി സംശയത്താ ചുളിഞ്ഞു. അതൊക്കെയുണ്ട്, നീ കണ്ടോ? അവളെ ഇട്ട് കളിപ്പിക്കുവാൻ ചെക്കന് വല്ലാത്ത ഉത്സാഹമായിരുന്നു. സാറൊന്ന് പറയുന്നുണ്ടോ? പെണ്ണിൻ്റെ ഒച്ച ഉയർന്നു. പറയണോ? ചിരിച്ചുകൊണ്ട് ആ ചോദ്യം ചോദിച്ചവൻ്റെ കൈവിരലുകൾ സ്റ്റിയറിങ്ങിൽ താളമിട്ടു. പറയണം. കേൾക്കാനുള്ള ആകാംക്ഷയിൽ അവൾ ഇത്തിരി കൂടി അവനിലേക്ക് ആഞ്ഞിരുന്നു. നീയല്ലേ പറഞ്ഞേ ഇനി നീ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് തരില്ലെന്ന്? പുരികം പൊക്കിയും താഴ്ത്തിയും ചോദിച്ചുകൊണ്ട് മഹാദേവൻ മീശ പിരിച്ചു. ഓ, പറഞ്ഞു. അതിലിപ്പോൾ എന്താ കുറ്റം എന്ന ഭാവത്തോടെ വൈശു അവനെ ഉറ്റുനോക്കി. എനിക്ക് മുന്നിലും നിന്ന് തരുന്നവരിഷ്ടം പോലെ ഉണ്ടെന്നാ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വൈശുവിനെ ഇട്ട് കളിപ്പിക്കുമ്പോൾ മഹാദേവൻ ഉള്ളി പൊട്ടിച്ചിരിക്കുകയായിരുന്നു.
ആര്? എന്തിന്? അവൻ പറഞ്ഞത് എന്തോ മനസ്സിലായതും പെണ്ണിൻ്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറിയത് ഒരു നിമിഷം കൊണ്ടായിരുന്നു. അതൊക്കെയുണ്ട്. അവന് 100 ചിരിച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിച്ചിരുന്നു. അതാരാന്നാ ഞാൻ ചോദിച്ചേ? ദേഷ്യം കൊണ്ട് പെണ്ണിൻ്റെ മുഖമാകെ ചുവന്നു കയറി. ആ നീ എന്തിനാ അറിയുന്നേ? നീ എൻ്റെ മുന്നിൽ നിന്ന് തരില്ലെന്ന് പറഞ്ഞില്ലേ? പെണ്ണിനെ കള്ളനോട്ടം നോക്കിയിട്ട് കള്ളപ്പിണക്കന്നടിച്ചു ചെക്കൻ. അത് സാറ് കാരണമല്ലേ? സാറല്ലേ പാട് കാണിച്ചെന്നും പറഞ്ഞ് എന്നെ വഴക്കു പറഞ്ഞേ? സാറല്ലേ ഇപ്പോഴും എന്നെ കിഴിഞ്ഞു നോക്കിയേ? എന്നിട്ടിപ്പോൾ എന്നെ കുറ്റക്കാരിയാക്കുന്നോ? ദേഷ്യത്തോടെ അതിലുപരി സ്വാർത്ഥതയോടെ വൈശു മുന്നോട്ടേക്ക് ആഞ്ഞു. ദേവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കയറി പിടിച്ചുകൊണ്ട് ചീറി. ദേഷ്യം കൊണ്ട് അവളുടെ മൂക്കിൻ തുമ്പ് പോലും വിറയ്ക്കുകയായിരുന്നു ആ നേരം. മഹാദേവൻ പക്ഷേ അവളിലെ മാറ്റങ്ങളെ ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നപ്പോൾ. അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് എൻ്റെ മുന്നിൽ വകത്ത് നിൽക്കില്ലെന്ന് നീ പറയണോ? ഉമ്മ വയ്ക്കാൻ പാടില്ലെന്ന് പറയണോ? അൽനിഷ്കുവായി മഹാദേവൻ അവൾക്ക് മുൻപിൽ അഭിനയിച്ചങ്ങ് തകർത്തു. ഇതിപ്പോൾ താൻ കുറ്റം എന്തെങ്കിലും ചെയ്തു എന്ന ചിന്തയിലായി പെണ്ണിൻ്റെ മനസ്സപ്പോൾ. അവളിലെ ദേഷ്യം മാറി. അവിടെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഭാവമുണ്ടായി. തൻ്റെ ഷർട്ടിൻ്റെ കോളറിന് മുകളിൽ പിടുത്തമിട്ടിരിക്കുന്ന വൈശാഖിയുടെ കൈക്ക് മുകളിൽ മെല്ലെ പിടുത്തമിട്ടുകൊണ്ട് മഹാദേവൻ അവളെ കുസൃതിയോടെ നോക്കി. സാറിത് എന്തൊക്കെയായി പറയുന്നേ? മൊത്തത്തിൽ കിളിപ്പോയ അവസ്ഥയായിരുന്നു പെണ്ണിനപ്പോൾ. താനെന്താണ് സാറിനോട് പറഞ്ഞത്? ഈ സാറിപ്പോൾ എന്നോട് എന്താണ് പറയുന്നത്? അവൾക്ക് ആകെപ്പാടെ സംശയമായി. ഞാൻ സത്യാ പറഞ്ഞേ. എനിക്കിപ്പോൾ നിന്നെ ഉമ്മിക്കണം. ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള മറുപടിയായിരുന്നു അവനിൽ നിന്നും പൊടുന്നനെ വന്നത്. വൈശു ഞെട്ടിത്തെറിച്ചിരുന്നു പോയി. എന്താ? കണ്ണും വീഴ്ചുകൊണ്ട് വൈശാഖി വാ തുറന്നതും മഹാദേവൻ ഇത്തിരി മുന്നോട്ടേക്ക് ആഞ്ഞിരുന്നു കൊണ്ട് അവളുടെ ചുണ്ടുകളിലേക്ക് തൻ്റെ ചൊടികളെ അമർത്തിയിരുന്നു. ശേഷം അവയെ നുണയാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ വൈശാഖി ഒന്ന് പതറിപ്പോയി. 1-2 നിമിഷങ്ങൾ കൂടി കഴിഞ്ഞ് സ്വബോധത്തിലേക്ക് എത്തിയവൾ മഹാദേവനെ പിന്നിലേക്ക് ആഞ്ഞു തള്ളുവാനായി നോക്കിയെങ്കിലും അവൻ്റെ പിടുത്തത്തിൽ നിന്ന് അവൾക്ക് ഊരിപ്പോകാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ വൈശാഖി അവന് വിധേയയായി ഇരുന്നു കൊടുത്തു. എന്നിട്ട് അവളും മെല്ലെ അത് ആസ്വദിക്കുവാനായി തുടങ്ങി. ഇടയ്ക്കെപ്പോഴോ ചുംബനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് മഹാദേവൻ അവളുടെ മുഖത്തു നിന്നും തൻ്റെ അധരങ്ങൾ ഉയർത്തി. ചുവന്നു തൊടുത്തു നിൽക്കുന്ന ഒരു റോസാപ്പൂ പോലെയായിരുന്നു വൈശുവിൻ്റെ മുഖമപ്പോൾ. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാനാവാതെ കണ്ണുകൾ പൊടുന്നനെ താഴേക്ക് നീക്കി. നിന്നെ ഞാൻ വഴക്കു പറയും വൈശാഖി. ദേഷ്യം കാട്ടും, വാശി കാട്ടും, സ്വാർത്ഥത കാട്ടി അടക്കി പിടിക്കും. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കുറുമ്പുകൾ കാട്ടും. അതൊക്കെ നീ സഹിക്കണം. കാരണം നീ എൻ്റെയാ, എൻ്റെ സ്വന്തം. ഈ മഹാദേവൻ്റെ ജീവനും ജീവിതവും. തൻ്റെ കൈക്കുമ്പിളിലിരിക്കുന്ന പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അവൻ്റെ ഉള്ളിലെ പ്രണയം അപ്പാടെ ആ കണ്ണുകളിൽ തെളിഞ്ഞിരുന്നു. വൈശാഖിയുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞുപോയി. ആരുടെയും മുന്നിൽ അത്ര പെട്ടെന്നൊന്നും താഴ്ന്നു കൊടുക്കാറില്ലാത്ത സാറ് എന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞിരിക്കുന്നു. ഞാൻ സാറിൻ്റെ ജീവനും ജീവിതവുമാണെന്ന്. എന്നോട് സാറ് ദേഷ്യവും വാശിയൊക്കെ കാട്ടുന്നത് ഞാൻ സാറിൻ്റെ സ്വന്തം ആണെന്നുള്ളതുകൊണ്ടാണെന്ന്. മഹാദേവൻ്റെ തുറന്നു പറച്ചിൽ വൈശാഖിയെ ഒട്ടൊന്നുമല്ല സന്തോഷിപ്പിച്ചത്, ഒട്ടൊന്നുമല്ല അമ്പരപ്പെടുത്തിയതും. തമ്മിൽ ശരീരം കൊണ്ടൊന്നായപ്പോൾ തോന്നിയതിനേക്കാൾ ഉപരി ആനന്ദം അവൻ്റെ ആ ഒറ്റ തുറന്നു പറച്ചിലുകൊണ്ട് വൈശാഖിക്കുണ്ടായി എന്നുള്ളതാണ് സത്യം. താൻ മനസ്സിലാക്കിയിടത്തോളം ഈഗോയുടെ ഒരു കൂട് തന്നെയാണ് തൻ്റെ ഭർത്താവ്. പെട്ടെന്ന് മറ്റുള്ളവർക്ക് മുൻപിൽ മുട്ടുകൂട്ടുന്ന ഒരു സ്വഭാവവും അദ്ദേഹത്തിന് ഇല്ലാതാനും. അത് മാത്രമല്ല, ഉള്ളിൽ എത്രയൊക്കെ സ്നേഹമുണ്ടെങ്കിലും അതപ്പാടെ തുറന്നു പറയുന്ന മംഗലത്ത് മഹാദേവൻ ആ വീട്ടിലെല്ലാവർക്കും അന്യനാണ്. ആ ആളാണ് ഇപ്പോൾ തനിക്ക് മുമ്പിൽ ഉള്ളു തുറന്ന് കാട്ടിയിരിക്കുന്നത്. അത് ചിന്തിച്ചതും അവക്കൊന്ന് തുള്ളിച്ചാടണമെന്ന് തോന്നി, കൂകി വിളിക്കണമെന്ന് തോന്നി. പക്ഷേ താനിപ്പോഴുള്ളത് കോളേജ് ക്യാമ്പസിലാണെന്നുള്ള ബോധമുള്ളത് കൊണ്ട് മാത്രം പെണ്ണ് സന്തോഷം മനസ്സിലടക്കി പിടിച്ചുകൊണ്ട് മഹാദേവൻ്റെ പിന്നാലെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു. പക്ഷേ അപ്പോഴും അവളെ അതിശയിപ്പിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. ഇത്തിരി മുന്നേ കാറിൽ വെച്ച് തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനൊക്കെ ഇഷ്ടം തുറന്നു പറഞ്ഞ സാറ് കോളേജിൻ്റെ പടി കടന്നപ്പോഴേക്കും വീണ്ടും എങ്ങനെ പിശുക്കൻ മാഷായി എന്നതായിരുന്നു. മുമ്പിൽ ആരെയും നോക്കാതെ
പഴയതുപോലെ തന്നെയാണ് ആളിൻ്റെ ഇപ്പോഴത്തെ നടപ്പ്. ചിലപ്പോൾ കോളേജ് ആയതുകൊണ്ടാവാം എന്നോർത്ത് അവൾ സമാധാനിച്ചുവെങ്കിലും ആ കയ്യിൽ തൂങ്ങി നടക്കാൻ അവളിലെ കാമുകിക്ക് വല്ലാത്ത കൊതി തോന്നിപ്പോയി ആ നേരം. അതെ, ഇത്ര നേരം സ്വപ്നം കണ്ടത് മതി. ഇനി വീട്ടിൽ ചെന്നിട്ട് കണ്ടാൽ മതി. സ്വപ്നലോകത്തുനിന്ന് താഴേക്ക് വന്നിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ നോക്കണം. എൻ്റെ ജീവനും ജീവിതമാണെന്നൊന്നും ഞാൻ നോക്കില്ല. പഠിച്ചില്ലെങ്കിൽ എംപോസിഷൻ തരാനും എനിക്ക് യാതൊരു മടിയില്ലെന്ന് എൻ്റെ പൊന്നുമോൾ ഓർത്തോണം കേട്ടോ. സ്റ്റാഫ് റൂമിൽ മുന്നിൽ വരെ ചെന്ന മഹാദേവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് തനിക്ക് പിന്നാലെ നടന്നു വന്ന വൈശാഖിയോടായിട്ട് അത് പറയുമ്പോൾ അവൻ്റെ കണ്ണിലെ പ്രണയം മാറി അവിടെ കടുത്ത ഗൗരവം നിറഞ്ഞിരുന്നു. ഉവ്, അതുവരെ ഉണ്ടായിരുന്ന സന്തോഷങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തല്ലിക്കെടുത്തിയിട്ട് വൈശാഖി അവനെ നോക്കി പരിഭവത്തോടെ തലയാട്ടി കാട്ടി. ആ പൊയ്ക്കോ, വൈകിട്ട് അച്ഛൻ്റെ കൂടെ പോകണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. അത് പറഞ്ഞപ്പോൾ മാത്രം അവൻ്റെ മുഖത്തെ കടുപ്പം തെല്ലൊന്നയയുകയും അവിടെ മറ്റു ചില ഭാഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് വൈശാഖി ശ്രദ്ധിച്ചിരുന്നു. ശരി സാർ. അതിനും തലയാട്ടിയുള്ള സമ്മതമായിരുന്നു അവൻ്റെ മറുപടി. എങ്കിൽ പൊയ്ക്കോളൂ. അവൻ അവൾക്ക് ക്ലാസ്സിൽ പോകുവാനുള്ള അനുവാദം കൊടുത്തു. വൈശാഖി സ്റ്റാഫ് റൂമിന് തൊട്ടടുത്തായിട്ടുള്ള അവളുടെ ക്ലാസ്സിലേക്ക് കയറിപ്പോകുന്നതും കൂടി കണ്ടിട്ടാണ് മഹാദേവൻ ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ച ചിരിയോടുകൂടി ടീച്ചേഴ്സ് റൂമിലേക്ക് കയറിപ്പോയത്. അതേസമയം ക്ലാസ്സിലേക്ക് കയറി ചെന്ന വൈശാഖിയെ കാത്തിരിക്കുകയായിരുന്നു അവളുടെ മരവാഴക്കൂട്ടങ്ങൾ. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയിട്ട് പോകുന്നത് വലിയ ഉപകാരമായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഇതുവരെയും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്തിട്ട് പോകണം കേട്ടോ പിള്ളേരെ. അപ്പോൾ ബൈ ബൈ.